നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 22 വ്യാഴം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാഫലം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. ഇന്ത്യൻ എഴുത്തിൻ്റെ അഭിമാന മുദ്രകളായി ബാനു മുഷ്താഖും ദീപാഫസ്തിയും. കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ദീപാഫസ്തി പരിഭാഷപ്പെടുത്തിയ ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാംബ് ഈ വർഷത്തെ ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം നേടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് രാജ്യം. പുരസ്കാര തുകയായ 50,000 പൗണ്ട്, ഏകദേശം 57 ലക്ഷം രൂപ ഇരുവരും പങ്കിട്ടു. ഹിന്ദി എഴുത്തുകാരിയായ ഗീതാഞ്ജലി ശ്രീയുടെ നോവൽ ടു ഓഫ് ഡാൻസ് 2022 ഈ പുരസ്കാരം നേടിയിരുന്നു. ദേശീയപാത 66-ൽ കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലയുടെ ഏതാനും ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലുമുണ്ടായതോടെ പാതയുടെ നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് ആശങ്കയുയരുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് റോഡ് തകർന്ന മലപ്പുറം കൂരിയാട്ട് നിന്ന് 3 കിലോമീറ്റർ അകലെ എടരിക്കോട് മമ്മാലിപ്പടിയിലെ പാലത്തിൽ വിള്ളൽ കണ്ടെത്തി. തൃശൂർ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനു മുന്നിലെ മേൽപ്പാലത്തിലും 25 മീറ്ററിലേറെ വിള്ളൽ കണ്ടെത്തി. അധികൃതർ ഇത് താൽക്കാലികമായി ടാർ ചെയ്ത് അടച്ചു. തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള മുക്കോല കാരോട് പാതയിൽ പൊട്ടൽ കണ്ടെത്തിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് റോഡാണിത്. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി നംബാല കേശവറാവു എന്ന ബസവരാജു ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു. കൊല്ലപ്പെട്ട 27 മാവോയിസ്റ്റുകളിൽ നംബാല കേശവറാവു എന്ന ബസവരാജുവുമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥിരീകരിച്ചു. 3 പതിറ്റാണ്ടായുള്ള മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളിൽ ജനറൽ സെക്രട്ടറി പദവിയിലുള്ള ഒരാളെ വധിക്കുന്നത് ആദ്യമായാണ്. 2 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വീരമൃത്യു വരിച്ചു. ഏതാനും സുരക്ഷാ സൈനികർക്കും പരിക്കേറ്റു. ഉന്നത മാവോയിസ്റ്റ് നേതാക്കൾ വനത്തിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സേന തിരച്ചിൽ നടത്തിയത്. കോവളം ബേക്കൽ ജലപാത. കോവളം ബേക്കൽ വെസ്റ്റ് കോസ്റ്റ് ജലപാതയുടെ 280 കിലോമീറ്റർ സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്നു. 2 വർഷം മുൻപ് പൂർത്തീകരിക്കേണ്ട ആദ്യ ഘട്ടമാണിത്. തിരുവനന്തപുരത്തെ ആക്കുളം മുതൽ തൃശ്ശൂരിലെ ചോറ്റുവ വരെയുള്ള കനാലാണ് യാത്രാ ബോട്ടുകൾക്കായി തുറന്നുകൊടുക്കുക. പരമാവധി 4.8 മീറ്റർ ഉയരമുള്ള ബോട്ടിന് മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗത്തിൽ ഇതുവഴി സഞ്ചരിക്കാം. ചിലക്കൂരിലും ശിവഗിരിയിലും ടണലിനുള്ളിൽ കൂടിയാകും യാത്ര. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണവും രാം ദർബാറിൻ്റെ സമർപ്പണവും ജൂൺ 5-ന് നടക്കും. ക്ഷേത്ര സമുച്ചയത്തിൽ 30-ന് ശിവലിംഗ പ്രതിഷ്ഠ നടക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ജൂൺ 3 മുതൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുമെന്നും രാമജന്മഭൂമി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേഷ് മിശ്ര പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. വീർഭൂമിയിലെ രാജീവ് ഗാന്ധിയുടെ സ്മാരകത്തിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പിതാവിൻ്റെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് രാഹുൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ചു. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും കൂടുതൽ ആദായത്തിനും ഉപയോഗിക്കുന്ന 37 ആൻറ്റിബയോട്ടിക്കുകളുടെ വിൽപ്പന, നിർമ്മാണം, ഇറക്കുമതി, വിതരണം എന്നിവ നിരോധിക്കണമെന്ന് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. പാൽ, മുട്ട, മാംസം, മറ്റു പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന ഈ മരുന്നുകൾ ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിന് കാരണമാകുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. നിറത്തിനു വേണ്ടിയും നന്നായി പഴുക്കാനും പഴവർഗ്ഗങ്ങളിൽ നടത്തുന്ന രാസപ്രയോഗങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർദ്ദേശം നൽകി. മാമ്പഴം ഉൾപ്പെടെ പഴങ്ങളുടെ സീസൺ ആയതിനാൽ കൃത്രിമമായി പഴുപ്പിക്കുന്നതിന് കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് സാൻഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മണൽ ലഭ്യത കണ്ടെത്തിയ 8 ജില്ലകളിലെ 17 നദികളിൽ നിന്നും മണൽ വാരാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി. ഭാവിയിൽ മണൽ ലഭ്യത കണ്ടെത്താൻ സാധ്യതയുള്ള നദികൾക്കും ഇത് ബാധകമാണ്. കടവുകളും അയവുകളും വിസ്തൃതിയും അടിസ്ഥാനമാക്കിയാകും മണൽ വാരലിൻ്റെ തോത് അംഗീകൃത ഏജൻസികൾ നിശ്ചയിക്കുക. പ്രളയകാലത്ത് മണൽ അടിഞ്ഞുകൂടിയ നദികളുടെ സംരക്ഷണത്തിനും മണൽക്ഷാമത്തിനും പരിഹാരമാകുമെന്ന വിലയിരുത്തലാണ് ഏകദേശം 10 വർഷത്തിന് ശേഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ പാഠപുസ്തകങ്ങൾക്കൊപ്പം നല്ല ശീലങ്ങളും ചിന്തകളും കൂടി പരിശീലിപ്പിക്കാനുള്ള പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്.
10ാം ക്ലാസ് വരെയുള്ളവർക്ക് സ്കൂൾ തുറക്കുന്ന ജൂൺ 3 മുതൽ 13 വരെ 1 മണിക്കൂർ വീതമാണ് പരിശീലനം. ഹയർ സെക്കൻഡറിയിൽ പരിശീലനം ലഹരി വിരുദ്ധ ദിനമായ 21 വരെ നീളും. ഓരോ ദിവസവും പരിശീലനം നൽകേണ്ട വിഷയങ്ങളും രീതികളും വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കി. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ കേരളത്തിലെത്തും. 27-ന് എത്തുമെന്നായിരുന്നു ആദ്യ പ്രവചനമെങ്കിലും 4 ദിവസത്തിനകം എത്തുമെന്നാണ് പുതുക്കിയ പ്രവചനം. അതേസമയം അറബിക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദത്തിന് സാധ്യതയേറി. അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ 25 വരെ കടലിൽ പോകാൻ പാടില്ല. IPL മുംബൈ ഇന്ത്യൻസ് IPL പ്ലേ ഓഫിൽ. ഗുജറാത്ത് ലക്നൗ ടീമുകൾ ഇന്ന് മത്സരിക്കും. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.